മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിന്റെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ എന്തൊരു മോങ്ങലാണ്. അയ്യോ, പി ആർ വർക്ക് നരേന്ദ്രമോദിയുടെ മാതൃകയാണ് എന്നുള്ള മോങ്ങൽ കോൺഗ്രസ് സൈബർ ഹാൻഡിൽ നിന്നും ഒപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് സംഘി പേജുകളിൽ നിന്ന് നിലവിളിയായിട്ട് ഉയർന്നു കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിലവിളിക്കുന്നവരുടെ മുന്നിലേക്ക് അവർ കണ്ടതോ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നടന്ന ചില ദൃശ്യങ്ങൾ അങ്ങോട്ട് കാണിക്കാം. അതായത് അവർ ഭാവി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടക്കുന്ന നുണേശൻ ഈ അടുത്ത കാലത്ത് പല തരത്തിലുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുത്തത് നാട്ടുകാർ കണ്ടതാണ്. അന്നൊന്നും ആർക്കും ഇങ്ങനെ ഒരു മോങ്ങലെ കാണാനില്ലായിരുന്നു. ഇതെന്താ സ്വരച്ചേർച്ച? ഒരേ താളത്തിൽ ഒരേ മേളത്തിൽ ഇങ്ങനെ ഒരുമിച്ച് മോങ്ങുമ്പോൾ ഈ ദൃശ്യങ്ങൾ അങ്ങോട്ട് നോക്കിയേ. ഈ അഭിമുഖങ്ങൾ, അതായത് നാട്ടിൽ റീച്ചുള്ള പേജുകളിലെ യൂട്യൂബർമാർ, അത് സുജിത് ഭക്തൻ ആയിക്കോട്ടെ, ഞരമ്പൻ ബൈജു നായർ ആയിക്കോട്ടെ തുടങ്ങി 2.5 മണിക്കൂർ വരെ നീണ്ട ഇൻസ്റ്റാ ഇന്റർവ്യൂ വരെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു മോങ്ങലും ഇല്ലായിരുന്നു. അതൊന്നും ആരും ഈ നാട്ടിൽ വലിയ സംഭവ ബഹുലമായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിമുഖം വന്നു, ഇതാ കുരു പൊട്ടി ഒലിക്കുകയാണ്. ആ ദൃശ്യത്തിനകത്ത് തന്നെ നിങ്ങൾ കാണും. ആരെങ്കിലും പറഞ്ഞു സതീശൻ വണ്ടി ഓടിക്കുന്നു, സതീശൻ മറ്റേ ഫ്ലൈറ്റിൽ പറക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് പല പ്രൊമോഷൻ വീഡിയോയും ചെയ്ത് പുറത്തിറക്കിയത്. എല്ലാ മേഖലയിലും എക്സ്പെർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പലയിടങ്ങളിലും PR പണി നടത്തിയപ്പോൾ സതീശൻ കരുതി ഞാൻ വളരെ സ്കോർ ചെയ്ത് മുന്നിൽ കയറി പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ സിംഗം തനിയെ താൻ വരുവേ, അതും മെതുവേ. ആ മെതുവേ വന്ന് അങ്ങ് ഓൺ ആയതേ ഉള്ളൂ. അതായത് സാമ്പിൾ പൊട്ടിയിട്ടേ ഉള്ളൂ. ഇനി കിടക്കുന്നതേ ഉള്ളൂ യഥാർത്ഥ വെടിക്കെട്ട് ബാക്ക് ടു ബാക്ക് വരാൻ. അപ്പോൾ ഇപ്പോഴേ മോങ്ങി തീർത്താൽ എന്താണ് അവസ്ഥ? ഇന്നലകളിൽ നിങ്ങൾക്ക് ചെയ്യാം, സർവ്വസാധാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനോ സർക്കാരിനോ ഒന്നും പാടില്ല. മിണ്ടാതെ കയ്യും കെട്ടി ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മറുപടി പറയാതെ വായും പൊത്തിയിരുന്നോളണം. അതിനെ തൽക്കാലം സൗകര്യപ്പെടില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയോ നിങ്ങൾ ചിന്തിക്കാത്തിടത്ത് നിന്ന് പ്രവർത്തിച്ച് കാണിക്കും. ആ പ്രവർത്തനം കണ്ടിട്ട് അറ്റാക്ക് വരും എന്നല്ലാതെ മറ്റ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മോങ്ങലുകാർ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ മോങ്ങൽ ഇങ്ങനെയൊന്നും പോരാ. കുറച്ചുകൂടി ഉഷാറാകട്ടെ, കുറച്ചുകൂടി അതിനൊരു ആവേശം വരട്ടെ. കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരേ താളത്തിലുള്ള മോങ്ങൽ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖവും കുളിരും കിട്ടണം. അതിന് ഇത്ര ആവേശം പോരാ. കുറച്ചുകൂടി ആവേശഭരിതരായിട്ട് ആ മോങ്ങൽ ഇതിലും ഉറക്കെ തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്.